ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സന്തോഷം ഒരു മനുഷ്യ വികസനത്തിന്റെ ഒരു പ്രധാന അളവുകോലായി മാറിയിരിക്കുന്നു. ഇത് ലോകമെമ്പാടും ക്ഷേമത്തിന്റെ പ്രധാന സൂചകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സാമൂഹിക പിന്തുണ, ആയുർദൈർഘ്യം, വരുമാനം, രാജ്യങ്ങളുടെ സന്തോഷം വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ ഘടകങ്ങൾക്ക് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഊന്നൽ നൽകുന്നു. മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തേക്കാൾ സാമ്പത്തിക വളർച്ചയ്ക്ക് പലപ്പോഴും മുൻഗണന നൽകപ്പെടുന്നുണ്ടെങ്കിലും സന്തോഷം കൂടുതൽ കേന്ദ്ര പങ്ക് വഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളം വികസനത്തിന്റെ പ്രധാന ലക്ഷ്യമായി സന്തോഷവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പ്രദേശം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന് രസകരമായ ഒരു ഉദാഹരണം നൽകുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പൗര പങ്കാളിത്തം എന്നിവയിൽ ശക്തമായ നേട്ടങ്ങൾ കൈവരിച്ച കേരളം ഇതിനകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പുരോഗമിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ തൊഴിലില്ലായ്മ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക അപകട സാധ്യതകൾ തുടങ്ങിയ വെല്ലുവിളികൾ ഇത് അഭിമുഖീകരിക്കുന്നു. ചോദ്യം ഇതാണ്: ഈ വെല്ലുവിളികളെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും സന്തുഷ്ടമായ സംസ്ഥാനമായി മാറാൻ കേരളത്തിന് കഴിയുമെങ്കിൽ, ക്ഷേമത്തെ കേന്ദ്രീകരിച്ചുള്ള നയങ്ങളും സംരംഭങ്ങളും സ്വീകരിക്കുന്നതിലൂടെ കേരളത്തിന് ഇന്ത്യക്ക് ഒരു മാതൃക സൃഷ്ടിക്കാൻ മാത്രമല്ല, ജനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വികസനത്തിന്റെ ആഗോള മാതൃകയായി മാറാനും കഴിഞ്ഞു. സന്തോഷം എന്നത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വ്യത്യാസപ്പെടാവുന്ന സങ്കീർണവും വൈവിധ്യപൂർണവുമായ ഒരാശയമാണ്. സന്തോഷം ആഴത്തിലുള്ള വ്യക്തിപരമായ അനുഭവമാണെങ്കിലും ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും എങ്ങനെ അനുഭവിക്കുന്നുവെന്ന് രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക ഘടകങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ സമൂഹത്തിന്റെ ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്ന വലിയ ഘടകങ്ങൾ മനസ്സിലാക്കാൻ വ്യക്തിഗത സംതൃപ്തിക്കപ്പുറം നോക്കുക എന്നാണ് സന്തോഷം അർത്ഥമാക്കുന്നത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പരിരക്ഷ, സാമ്പത്തിക സ്ഥിരതയും നീതിയും, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, സാമൂഹിക ബന്ധങ്ങൾ, സാംസ്കാരികമായ അടുപ്പം എന്നിവ ഈ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് ആരോഗ്യപരമായ ഒരു സമൂഹത്തിന്റെ അടിത്തറ സൃഷ്ടിക്കുന്നു. അതിനാൽ കേരളത്തിലെ സന്തോഷം സമ്പത്തിനെയോ വ്യക്തിപരമായ വിജയത്തെയോ മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പിന്തുണയിലൂടെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെയും ആശ്രയിച്ചിരിക്കും. ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് സന്തോഷത്തിന്റെ കാതൽ. അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമൂഹത്തിന് ആരോഗ്യമുള്ള ജനസംഖ്യ നിർണായകമാണ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന്. എല്ലാവർക്കും ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനം അവിടുത്തെ നിവാസികളുടെ ക്ഷേമത്തിൽ ഒരു പ്രധാന ഘടകമാണ്. എന്നിരുന്നാലും ശാരീരിക ആരോഗ്യം നന്നായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മാനസികാരോഗ്യം പലപ്പോഴും ധനസഹായമില്ലാതെ തുടരുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ അടിയന്തര പ്രശ്നമായി മാറുകയാണ്. സേവനങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെയും മാനസിക ക്ഷേമത്തെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ തുറന്ന സംസ്കാരം സൃഷ്ടിക്കുന്നതിലൂടെയും മാനസികാരോഗ്യത്തെ കൂടുതൽ പൂർണ്ണമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വ്യക്തിഗത സന്തോഷം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ശക്തവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിരതയും സമത്വവും സന്തോഷത്തിന്റെ വലിയ പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക അസമത്വം സമ്മർദ്ദത്തിലേക്കും അസന്തുഷ്ടിയിലേക്കും നയിച്ചേക്കാം. പ്രത്യേകിച്ചും നിരവധി ആളുകൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ. തുല്യ സമൂഹം സൃഷ്ടിക്കുന്നതിൽ കേരളം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ നിരക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉയർന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുകളിൽ ഒന്നായ കേരളം വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് മതിയായ തൊഴിലവസരങ്ങൾ നൽകാൻ പാടുപെടുകയാണ്. സമഗ്ര സാമ്പത്തിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും തൊഴിലില്ലായ്മ കുറയ്ക്കാനും ജനങ്ങൾക്ക് വിജയിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകാനും കേരളത്തിന് കഴിയും. സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിര വ്യവസായങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ദീർഘകാല സാമ്പത്തിക സ്ഥിരത നൽകുകയും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കലിനെ കേരളം ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. വിദ്യാഭ്യാസമാണ് കേരളത്തിന്റെ മറ്റൊരു പ്രധാന ശക്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേരളം വളരെ കാലമായി വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻപന്തിയിലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസം അക്കാദമിക വിജയം മാത്രമല്ല, ശാക്തീകരണവുമാണ്. വിമർശനാത്മക ചിന്ത, സർഗാത്മകത, വൈകാരിക ബുദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സമൂഹത്തിന് ക്രിയാത്മകമായ സംഭാവനകൾ നൽകാൻ തയ്യാറായ സമഗ്ര വ്യക്തികളെ സൃഷ്ടിക്കാൻ
കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയും. എന്നിരുന്നാലും ആഗോള തൊഴിൽ വിപണിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുമായി വിദ്യാഭ്യാസ സമ്പ്രദായം പൊരുത്തപ്പെടുന്നത് തുടരണം. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കഴിവുകളും തൊഴിലുടമകളുടെ ആവശ്യങ്ങളും തമ്മിലുള്ള അന്തരം പരിഹരിക്കേണ്ടത് പ്രധാനമാണ്. കൂടാതെ ആജീവനാന്ത പഠനത്തിലുള്ള അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് പുതിയ വെല്ലുവിളികളുമായി തുടർച്ചയായി പൊരുത്തപ്പെടാനും അവരുടെ പൂർത്തീകരണ ബോധവും സന്തോഷവും മെച്ചപ്പെടുത്താനും ആളുകളെ സഹായിക്കും. വ്യക്തിഗത ഘടകങ്ങൾക്കപ്പുറം സമൂഹവും സാമൂഹിക ബന്ധങ്ങളും സന്തോഷത്തിൻ്റെ താക്കോലാണ്. സഹകരണ സംഘങ്ങളും പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ വികസനത്തിൽ നിയന്ത്രണം നൽകുന്ന വികേന്ദ്രീകൃത ഭരണ മാതൃകയുമുള്ള സാമൂഹിക പങ്കാളിത്തത്തിൻ്റെ ശക്തമായ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. പിന്തുണയ്ക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായതിൽ നിന്ന് വരുന്ന സ്വന്തമെന്ന വികാരം സന്തോഷത്തിൻ്റെ ശക്തമായ ചാലകശക്തിയാണ്. കേരളത്തിൽ സമ്പന്നമായ ഉത്സവങ്ങൾ, ശക്തമായ കുടുംബ ബന്ധങ്ങൾ, സജീവമായ പൗര ഇടപഴകൽ എന്നിവ പങ്കിട്ട ലക്ഷ്യബോധം വളർത്തുന്നു. ഈ സമുദായ അധിഷ്ഠിത മൂല്യങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ലിംഗഭേദം, ജാതി, പശ്ചാത്തലം എന്നിവ കണക്കിലെടുക്കാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലൂടെയും കേരളത്തിന് അതിൻ്റെ സാമൂഹിക ഘടനയെ ശക്തിപ്പെടുത്താനും കൂട്ടായ സന്തോഷം വർദ്ധിപ്പിക്കാനും കഴിയും. ജനങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞ പാരമ്പര്യങ്ങളും കലകളും ഉത്സവങ്ങളുമുള്ള സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും കേരളത്തിനുണ്ട്. മലയാള സാഹിത്യം, സിനിമ, സംഗീതം എന്നിവ അഭിമാനത്തിൻ്റെയും സാംസ്കാരിക ആവിഷ്കാരത്തിൻ്റെയും ഉറവിടങ്ങളാണ്. ആളുകൾക്ക് സ്വന്തം എന്ന ബോധം, ഉദ്ദേശ്യം, വൈകാരിക ശക്തി എന്നിവ നൽകിക്കൊണ്ട് സന്തോഷത്തിൽ കലയും സംസ്കാരവും നിർണായക പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് കേരളത്തിലെ ചലച്ചിത്ര വ്യവസായം പ്രാദേശികവും ആഗോളവുമായ പ്രേക്ഷകരുമായി പ്രതിധ്വനിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന യാഥാർത്ഥ്യബോധമുള്ള കഥ പറച്ചിലിന് പേര് കേട്ടതാണ്. സംസ്കാരത്തിൻ്റെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പരമ്പരാഗത കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെയും കേരളത്തിന് അവരുടെ പൈതൃകവുമായുള്ള ജനങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും അവരുടെ സന്തോഷവും പൂർത്തീകരണ ബോധവും വർദ്ധിപ്പിക്കാനും കഴിയും. ഈ ശക്തികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും സന്തുഷ്ടമായ സംസ്ഥാനമായി മാറുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്ന ഗുരുതരമായ വെല്ലുവിളികൾ കേരളം അഭിമുഖീകരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. ഇത് പരിഹരിക്കുന്നതിന് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സുസ്ഥിര വ്യവസായങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും സാമ്പത്തിക ശാക്തീകരണത്തിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നൈപുണ്യ വികസന പരിപാടികളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെയും പുതുമകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പ്രാദേശികമായി വിജയകരമായ കരിയർ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ യുവാക്കൾക്ക് നൽകാനും കുടിയേറ്റത്തിൻ്റെ ആവശ്യകത കുറയ്ക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനും കേരളത്തിന് കഴിയും. മറ്റൊരു വെല്ലുവിളി വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ദ്രുതഗതിയും ഉയർന്ന സാമൂഹിക പ്രതീക്ഷകളും പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ സമ്മർദ്ദം, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, വിഷാദം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. കൂടാതെ വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ സ്ഥാനം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് വളരെ ദുർബലമാക്കുകയും വെള്ളപ്പൊക്കം പോലുള്ള തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ കൂടുതൽ സാധാരണമായി തീരുകയും ചെയ്യുന്നു. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൃഷിയെ ആശ്രയിക്കുന്ന ആളുകളുടെ ഉപജീവനത്തിന് ഭീഷണിയാകുകയും ക്ഷേമം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കുന്നതിന് പരിസ്ഥിതി ടൂറിസം, പുനരുപയോഗ ഊർജം, ഹരിത നഗര ആസൂത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുസ്ഥിരതയിൽ കേരളം നിക്ഷേപം നടത്തണം. പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സുസ്ഥിര വളർച്ചയ്ക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കാനും കേരളത്തിന് കഴിയും. കേരളത്തെ ഏറ്റവും സന്തുഷ്ടമായ സംസ്ഥാനമാക്കി മാറ്റാൻ നിരവധി സുപ്രധാന മാറ്റങ്ങൾ ആവശ്യമാണ്. സാമ്പത്തിക ശാക്തീകരണം അതിലൊന്നാണ്. പുനരുപയോഗ ഊർജം, ഹരിത കൃഷി, ഇക്കോ ടൂറിസം തുടങ്ങിയ സുസ്ഥിര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പുറം പണമയക്കലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും. സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട ബിസിനസ്സുകളെയും പിന്തുണയ്ക്കുന്നത് പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യ, ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിൽ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ തൊഴിലില്ലായ്മയെ നൈപുണ്യ വികസന പരിപാടികളിലൂടെ അഭിസംബോധന ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ കൂടുതൽ ആളുകളെ ചേരാൻ സഹായിക്കും. ആരോഗ്യ സംരക്ഷണത്തിലെ പുതുമകളും നിർണായകമാണ്. മാനസികാരോഗ്യ സേവനങ്ങൾ വിപുലീകരിക്കുന്നതും വെൽനസ് പ്രോഗ്രാമുകൾ താങ്ങാനാവുന്നതും എല്ലാവർക്കും പ്രാപ്യമാണെന്ന് ഉറപ്പാക്കുന്നതും സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവും സന്തോഷവും ഗണ്യമായി മെച്ചപ്പെടുത്തും.
പ്രതിരോധ പരിചരണം ഉൾപ്പെടെയുള്ള ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നത് രോഗം കുറയ്ക്കുകയും ആരോഗ്യപരമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സാമുദായിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും കേരളത്തിന്റെ സന്തോഷത്തിന് പ്രധാനമാണ്. പരമ്പരാഗത കലകളെ പുനരുജ്ജീവിപ്പിക്കുക, സാംസ്കാരിക ഉത്സവങ്ങളെ പിന്തുണയ്ക്കുക, തീരുമാനമെടുക്കുന്നതിൽ ഉൾച്ചേർക്കൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവ എല്ലാവർക്കും വിലമതിക്കപ്പെടുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കും. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും തീരുമാനമെടുക്കുന്നതിന് സ്ത്രീകൾക്ക് തുല്യ പങ്കുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് അവരെ ശാക്തീകരിക്കുകയും കേരളത്തിന്റെ സാമൂഹിക ഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അവസാനമായി, പരിസ്ഥിതി സംരക്ഷണം കേരളത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇക്കോ ടൂറിസത്തിലും ഹരിത നഗര ആസൂത്രണത്തിലും നിക്ഷേപം നടത്തുന്നതിലൂടെ സുസ്ഥിര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കാനും കഴിയും. പുനരുപയോഗ ഊർജത്തെ പിന്തുണയ്ക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതും പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടുന്നതും കേരളത്തിന്റെ ദീർഘകാല ക്ഷേമത്തിന് സംഭാവന നൽകുകയും ചെയ്യും. ഏറ്റവും സന്തുഷ്ടമായ സംസ്ഥാനമായി മാറുന്നതിൽ കേരളം വിജയിച്ചാൽ അതിന്റെ വിജയം ഇന്ത്യയിലും പുറത്തും നല്ല സ്വാധീനം ചെലുത്തും. സമാനമായ വെല്ലുവിളികളുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കേരള മാതൃകയിൽ നിന്ന് പഠിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നയങ്ങൾ നടപ്പാക്കാനും കഴിയും. കേരളത്തിന്റെ നേട്ടങ്ങൾ ഇന്ത്യയുടെ ആഗോള പ്രശസ്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന് സുസ്ഥിര വികസനവും ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വളർച്ചയും കൈവരിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. സന്തോഷം കേരളത്തിന്റെ സ്വത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സംസ്ഥാനത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത എന്നിവ സന്തോഷത്തിന് ശക്തമായ അടിത്തറ നൽകുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സന്തോഷം ഒരു ജീവിത രീതിയായി മാറുന്ന ഒരു സ്ഥലമായി കേരളം അറിയപ്പെടാം. സന്തോഷത്തിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്ഷേമം, വെൽനസ് ടൂറിസം, സാംസ്കാരിക കൈമാറ്റം എന്നിവയെക്കുറിച്ചുള്ള നയങ്ങളുടെ ആഗോള കേന്ദ്രമായി മാറ്റാൻ കഴിയും. വികസനം എന്നത് സാമ്പത്തിക വളർച്ചയെ മാത്രമല്ല, ജനങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും കാണിക്കുന്ന ഈ കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിലും മാറ്റങ്ങൾക്ക് പ്രചോദനമാകും. ഇന്ത്യയിലെ ഏറ്റവും സന്തുഷ്ടമായ സംസ്ഥാനമാകാനുള്ള കേരളത്തിന്റെ കഴിവ് വിദൂര സ്വപ്നമല്ല. ശരിയായ പ്രവർത്തനങ്ങളിലൂടെ അത് പൂർണ്ണമായും കൈവരിക്കാനാകും. അതിന്റെ കരുത്ത് കെട്ടിപ്പടുക്കുന്നതിലൂടെയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലൂടെയും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന നയങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും കേരളത്തിന് ഇന്ത്യക്കും ലോകത്തിനും ഒരു മാതൃക കാണിക്കാൻ കഴിയും. കൂട്ടായ പരിശ്രമത്തിലൂടെ കേരളത്തിന് യഥാർത്ഥ വികസനത്തെ പുനർനിർവചിക്കാനും ഭാവി തലമുറകൾക്ക് സന്തോഷത്തിന്റെ മാതൃകയായി മാറാനും കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.